നമ്മുടെ അടുത്ത ട്രിപ്പ് പുക്കറ്റിലോട്ടാണ്. ഞാനിപ്പോൾ എയർപോർട്ടിലാണ്, ട്രിവാൻഡ്രം എയർപോർട്ടിലാണ്. ട്രിവാൻഡ്രത്തും നേരെ പുക്കറ്റിലോട്ടാണ്. കണക്ഷനാണ് മലേഷ്യ, ദെൻ അവിടെ നിന്ന് പുക്കറ്റിലോട്ടാണ്. അപ്പോൾ നമ്മുടെ ചെക്കിനൊക്കെ കഴിഞ്ഞു, വെയിറ്റ് ചെയ്യാണ്. ഇനി അടുത്ത ഇമിഗ്രേഷൻ പോയിട്ട് അവർക്ക് പോയിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. എല്ലാവർക്കും സൈമൺസ് വേദിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇത് ട്രിവാൻഡ്രം കോലാലംപൂറിൻ്റെ ബോർഡിംഗ് പാസ്, അത് കഴിഞ്ഞ് ഇത് കോലാലംപൂർ ടു പുക്കറ്റ്, 2 ബോർഡിംഗ് പാസ്സും ആയിട്ടുണ്ട്. നമുക്ക് ഇമിഗ്രേഷനിലോട്ട് പോകാം. ഐ ലവ് ട്രിവാൻഡ്രം ഉണ്ടല്ലോ. അപ്പോൾ ഇനി 1.5 മണിക്കൂറൂടെ ഉണ്ട്. നമ്മൾ ലോഞ്ചിലോട്ട് വന്നു. ഇപ്പോൾ മണി 11 ആയതേ ഉള്ളൂ. ലോഞ്ചിലോട്ട് വന്നു. എന്തെങ്കിലും ഫുഡൊക്കെ അടിച്ചേച്ച് നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മുടെ അറിയാലോ ട്രിവാൻഡ്രത്ത് ഫ്രീ ലോഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിലോട്ടുള്ള വീഡിയോസ് കണ്ടാൽ അത് മനസ്സിലാവും. നമ്മളിപ്പോൾ കയറി വരുമ്പോൾ തന്നെ ആപ്പിൾ, പിന്നെ ബനാന, പഴം വച്ചിട്ടുണ്ട്. പിന്നെ 2 വെൽക്കം ഡ്രിങ്ക് ഉണ്ട്, ഓറഞ്ച് റിഫ്രഷർ, സ്പൈസി കുവ. ഇത് രണ്ടുമാണ് നമുക്ക് കയറി വരുമ്പോൾ ഉടനെ ഉള്ളത്. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ തംസപ്പ്, കൊക്കോകോള, ഫ്രൂട്ടി, സ്പ്രൈറ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. ആക്ടി ഫീസ് ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത് മെയിൻ ഫ്രിഡ്ജിൽ കുറേ ഡെസേർട്ട്സ് ഉണ്ട്. കുറച്ചധികം, ഞാൻ കഴിഞ്ഞ തവണ വന്നതിനേക്കാളും കുറച്ച് കൂടുതലുണ്ട് ഇത്തവണ. എന്തായാലും നമുക്കെല്ലാം ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. കുറേ സാലഡ്സും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് രാവിലത്തെ ദോശ, എഗ്ഗ് എല്ലാം രാവിലെ ഉണ്ട്, ഇപ്പോൾ ഇല്ല, ഈവനിങ് ക്ലോസ് ആണ്. പിന്നെ ഇവിടെ ഒരു കോഫി മേക്കറും കോഫി ഐറ്റംസും. ഒരു വലിയ തെറ്റില്ലാത്തൊരു ലോഞ്ചാണ്. അധികം സ്പേസ് ഒന്നും ഇല്ല, ഒരു കുഞ്ഞ് ലോഞ്ചാണ്. ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് സ്പേസ് ഉണ്ട്. ഇതിവിടെ ഡൈനിങ്ങിനുള്ള സ്പേസാണ്. ബ്രെഡ്സും, കുറച്ച് ബ്രെഡും പപ്പടം ഐറ്റംസ്. നമ്മൾ ആദ്യം ഒരു സൂപ്പും ബ്രെഡും എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എന്താണെന്ന് നോക്കാം. അടുത്ത് നമ്മൾ കുറച്ച് പാസ്തയും ന്യൂഡിൽസ്, പിന്നെ പനീർ, ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഫ്ലൈറ്റ് വീണ്ടും ഒരു 15 മിനിറ്റ് ഡിലേ ആയിരുന്നു. ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ബോർഡിംഗ് ആയിട്ടുണ്ട്. നമ്മൾ ബോർഡിങ്ങിനോട്ട് പോവാണ്. ഇത് കഴിഞ്ഞ് ഇനി മലേഷ്യയിലെത്തിയിട്ട് ബാക്കി കാണാം. ഓക്കെ, ബൈ. അപ്പോൾ നമ്മൾ മലേഷ്യയിലെത്തി. മലേഷ്യയിൽ നിന്ന് ഇനി അടുത്ത പുക്കറ്റ് ഫ്ലൈറ്റ് 9:10 ഇവിടെ. ഇപ്പോൾ മണി 8:10, 9:10 പുക്കറ്റിലോട്ടുള്ള ഫ്ലൈറ്റ്. നമ്മൾ മലേഷ്യയിൽ ചെക്കിനെല്ലാം കഴിഞ്ഞ് അകത്തോട്ട് വന്നിട്ടുണ്ട്. ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്യണം. 9:10 ഇപ്പോൾ 8:30 ആ കിടക്കുന്നതാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഇതിലോട്ടാണ് പോകുന്നത്. എത്ര ഫ്ലൈറ്റ് കിടക്കുന്നുണ്ടോ അവിടെ എല്ലാം. ആ കിടക്കുന്നതെല്ലാം ഫ്ലൈറ്റുകളാണ്. കുറച്ച് നേരത്തേക്കൊന്ന് ടെൻഷനായിപ്പോയി. സംഭവം നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. പറഞ്ഞല്ലോ ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് കയറി മലേഷ്യ വരെയുള്ള ഫ്ലൈറ്റ്, മലേഷ്യൻ എയർവേസ് 1 അവർ, ഓൾമോസ്റ്റ് 1 അവർ ഡിലേ ആയിരുന്നു. അപ്പോൾ അതിവിടെ എത്തി. നമുക്കൊരു 1 അവറിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ തിരിച്ച് ഇവിടെ നിന്ന് പുക്കറ്റിലോട്ടുള്ള ഫ്ലൈറ്റ്. 8:10 ഇവിടെ നിന്നുള്ള ഫ്ലൈറ്റ്. അപ്പോൾ 7 മണിക്ക് എത്താനുള്ളതാണ് നമ്മുടെ ട്രിവാൻഡ്രം കോലാലംപൂർ ഫ്ലൈറ്റ്. അതിവിടെ എത്തിയപ്പോൾ കറക്റ്റ് 7:45 കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടത്തൊരു ഗേറ്റ്, എച്ച് നമ്മൾ ഇറങ്ങിയത് ജിയിലും എച്ചിലായിരുന്നു ഗേറ്റ്. അവിടെ നിന്ന് ഓടിപ്പിടച്ച് വന്നു. ഫ്ലൈറ്റ് മിസ്സായി കാണുമെന്ന് വിചാരിച്ചു. ഓടി ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ ചോദിച്ചാൽ പറഞ്ഞു, അവർ പോയി നോക്കാൻ പറഞ്ഞു. പോയി നോക്കിയപ്പോൾ നമ്മുടെ നല്ല ടൈം. ഇതും 1 മണിക്കൂർ ഡിലേ, 9:10 അങ്ങനെ കയറി. ഇപ്പം എല്ലാം കഴിഞ്ഞു, സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞു, നിൽക്കുകയാണ്. കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു 2 മണിക്കൂർ, മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഗ്യാപ്പിട്ടായിരിക്കണം കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കുന്നത്. അതും സെൽഫ് ചെക്കിനാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 2.5-3 മണിക്കൂർ എടുക്കുന്നത് നല്ലതായിരിക്കും. ഇതിപ്പം ഡയറക്റ്റ് ഈ സെയിം ഫ്ലൈറ്റ് തന്നെ ആയതുകൊണ്ട് നമുക്ക് ബാഗേജ് എടുക്കണ്ട. ബാഗേജ് ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു 2-2.5 മണിക്കൂർ ഗ്യാപ്പിൽ കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ എനിക്കൊരു 2ാമത്തെ അനുഭവമാണ്. സോ അതായിരിക്കും കുറച്ച് നല്ലത്. ഇപ്പം നമുക്ക് ബോർഡിംഗ് ആയി. ഫൈനൽ കോൾ വിളിച്ചിട്ടുണ്ട്. നമ്മൾ ഫ്ലൈറ്റിനകത്തോട്ട് കയറുകയാണ്. ഫ്ലൈറ്റ് നമ്പർ MH0786. അപ്പോൾ നമ്മൾ ബോർഡിംഗ് ആയി, ഫ്ലൈറ്റിലോട്ട് പോവാണ്. ഇവിടെ നിന്നൊരു 1 മണിക്കൂറാണ് പുക്കറ്റിലോട്ട്. 1 മണിക്കൂർ ട്രാവലേ ഉള്ളൂ. അപ്പോൾ ഫ്ലൈറ്റിനകത്തോട്ട് പോവാണ്. ബത്തി കെയർ കണ്ടോ, പഴയ മലിൻഡോയാണ് ഇപ്പോൾ ബത്തി കെയറായിട്ട് മാറ്റിയത്. മുമ്പുണ്ടായിരുന്ന മലിൻഡോ അത് ഇപ്പോൾ ബത്തിക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ പുക്കറ്റ് എയർപോർട്ട് എത്തിയിട്ടുണ്ട്.
ഒന്നും ചോദിച്ചില്ല. ഇമിഗ്രേഷനിൽ ഒരു വക ചോദിച്ചില്ല. എത്ര ദിവസമാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ 5 ദിവസം എന്ന് പറഞ്ഞു. ഓക്കെ, സീൽ ചെയ്ത് തന്നു. വേറെ ഒന്നുമില്ല, നമുക്ക് ഫോമൊന്നും ഫില്ല് ചെയ്യേണ്ട. വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറായിരുന്നു കേട്ടോ. നമുക്ക് അങ്ങനെ വേറെ ഫോമൊന്നും ഫില്ല് ചെയ്യേണ്ട, പഴയതുപോലെ ഫോമൊന്നും ഫില്ല് ചെയ്യേണ്ട. നേരെ ഇമിഗ്രേഷനിൽ പോവുക. അവർ എത്ര ദിവസം തങ്ങുന്നതെന്ന് ചോദിക്കും. ചിലർ ടിക്കറ്റും റിട്ടേൺ ടിക്കറ്റ് ഹോട്ടലൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ അടുത്തൊന്നും ചോദിച്ചില്ല, ജസ്റ്റ് സ്റ്റാമ്പ് ചെയ്ത് തന്നു. വെൽക്കം ടു പുക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ബാഗേജ് എവിടെയാണെന്ന് നോക്കാം. നമ്മുടെ ബാഗ് നോക്കട്ടെ എവിടെയാണെന്നുള്ളത്. മലേഷ്യൻ എയർവേസ്. ഒട്ടും തിരക്കില്ല കേട്ടോ. പുക്കറ്റ് എന്ന് പറയുമ്പോൾ ഒട്ടും തിരക്കില്ല. ഇമിഗ്രേഷൻ ആയാലും വലിയ തിരക്കൊന്നുമില്ല. നേരെ പോയി ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ട്, ആരും ഇല്ലായിരുന്നു. പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞു. ബാങ്കോക്ക് ആയതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ബാങ്കോക്കിലാണ് വന്നത്. ബാങ്കോക്ക് ഭയങ്കര തിരക്കാണ്. മാക്സിമം പുക്കറ്റിലോട്ട് വരുന്നവർ ആദ്യം പുക്കറ്റിൽ വന്നിട്ട് പിന്നെ ബാങ്കോക്കിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. നമുക്ക് കുറച്ച് സമയം ലാഭിക്കാം. നമുക്ക് എന്തായാലും ഒരാഴ്ചത്തേക്ക് ഒരു സിം എടുക്കണം. അപ്പോൾ ട്രൂ 5G നല്ല നെറ്റ്വർക്കാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അതിൻ്റെ ഇൻഫിനിറ്റ് സിം എന്ന് പറയുന്ന അൺലിമിറ്റഡ് 5G ഡേറ്റ ആൻഡ് കോള് 8 ദിവസത്തേക്ക് 449 ബാത്താണ്. 449 ബാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് 1200 സംതിങ് രൂപയായി. സിം എടുക്കണമെങ്കിലും അതിൻ്റെ ഡേറ്റ പ്ലാനുകൾ നമ്മൾ ചാർജ് ചെയ്യണമെങ്കിലും, ഞാനിപ്പോൾ സിംഗപ്പൂർ, മലേഷ്യ, തായ്ലാൻഡ് നോക്കിയതിൽ, വിയറ്റ്നാം, ഈ 4 സ്ഥലങ്ങളിൽ നോക്കിയതിൽ ഇന്ത്യ തന്നെയാണ് ബെസ്റ്റ്. നമ്മുടെ അവിടുത്തതുപോലെ ചീപ്പ് ആൻഡ് ബെസ്റ്റായിട്ട് നെറ്റ്വർക്കും സിം കണക്ഷനും അതെല്ലാം കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. ഇവിടെ ഭയങ്കര റേറ്റാണ്. അതായത് കണ്ടല്ലോ, 449 ബാത്താണ് ഒരാഴ്ചത്തേക്ക്. അതായത് 1250 രൂപ. അതാണ് ഇവിടുത്തെ പ്രൈസ്. നമ്മൾ സിമ്മൊക്കെ എടുത്തു, ഇനി പുറത്തോട്ട് പോകണം. അപ്പോൾ നമ്മളിന്ന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ വാനിലാണ് പോയത്. ഇത്തവണ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് നമ്മൾ പത്തോങ്ങിലോട്ട് പോകുന്നത്. ഇവിടുന്ന് പത്തോങ്ങ് 1 മണിക്കൂറുണ്ട് പുക്കറ്റ് എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ നമ്മൾ പത്തോങ്ങിലോട്ട് പോകുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ്. ഇനി കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ. നമുക്ക് ഇതിനകത്ത് തന്നെ ടാക്സി സർവീസസ് ഉണ്ട്, മിനി ബസ് ടാക്സി സർവീസൊക്കെ. അപ്പോൾ അത് നമുക്ക് പോകേണ്ടത് പത്തോങ്ങിലാണ്. പത്തോങ്ങിന് കൊടുത്തേക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 180 ബാത്താണ്. പത്തോങ്ങിൽ പോകാനായിട്ട് 180 ബാത്ത്. കാരോൺ ബീച്ച് 200 ബാത്ത്. ടൗൺ പേർ 150 ബാത്ത്. കാട്ട, ഇത് 4 ബീച്ചാണ്, 200 ബാത്താണ്. അപ്പോൾ ഇത് രണ്ടിടത്തും സെയിം റേറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത്തവണ. നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി. ഇതവിടെ വരുന്ന ഓരോ ഗസ്റ്റുകളുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. പുറത്തും ടാക്സി സെയിം റേറ്റ് തന്നെയാണ്. പുറത്തും അകത്തും സെയിം റേറ്റ്. എല്ലാ ഒരു ഏജൻസിയുടെ ഇതിലാണ് സെയിം റേറ്റ് തന്നെയാണ്. ഇവിടെ 2 കൗണ്ടറുണ്ട്. നോക്കാം, നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് എങ്ങോട്ടാണെന്നുള്ളതൊന്ന് കണ്ടുപിടിക്കാം. നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് നോക്കി പോയിട്ട് കിട്ടിയില്ല. ഈ സമയത്തില്ല ബസ്. വാനാണ് എടുത്തത്. വാനിലുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ 10 പേര് ഫില്ലാണ്. 10 പേര് ഫില്ലായാലേ വാൻ എടുക്കുകയുള്ളൂ. ഇപ്പോൾ ഞങ്ങളൊരു 6 പേരായിട്ടുള്ളൂ. ഈ 4 പേരും കൂടെ ആയാലേ വാൻ എടുക്കുകയുള്ളൂ. അതുവരെ എയർപോർട്ടിൽ പോസ്റ്റ് അടിച്ച് വെയിറ്റ് ചെയ്യാറ്. ഹോട്ടലിലെത്തി, അണ്ടാക്കിര ഹോട്ടൽ. ഇവിടെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ചെക്ക് ഇൻ ചെയ്യാം. അപ്പോൾ എന്നിട്ട് റൂമിലോട്ട് പോകാം. നല്ല തിരക്കാണ്, ഒരുപാട് ആളുകളുണ്ട്. ഇത് രണ്ടും ഇവരുടെ ബിൽഡിംഗ് തന്നെയാണ്. അതൊരെണ്ണം ഉണ്ട്, ഇപ്പുറത്തെ 2 ബിൽഡിങ്ങാണ്. നമ്മുടെ റൂം കിട്ടിയിട്ടുണ്ട് 3540. അപ്പോൾ റൂമിലോട്ട് പോവാണ്. ഇവിടുത്തെ കുഞ്ഞു പൂളാണ്. മെയിൻ പൂള് അതിൻ്റെ മുകളിലാണ്, 3rd ഫ്ലോറിൽ. നമുക്ക് ക്ലിയറായിട്ട് പുറത്തിറങ്ങി വെച്ച് കാണിക്കാം. അപ്പോൾ നമുക്ക് റൂമിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ റൂമെത്തി, കയറി. ബെഡ്, ഒരു ലോക്കറുണ്ട്, ടി വി എല്ലായിടത്തും കാണാമല്ലോ. ഒരു മിനി ബാർ, കോഫി ഓപ്റ്റീസ്. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. ഇത് അവരുടെ തന്നെയാണ്. ഇന്നൊരു ബിൽഡിങ്ങാണ്. ഇതെല്ലാം ഈ അണ്ടാക്കിരയുടെ തന്നെയാണ്. അണ്ടാക്കിരയാണ്. ഇവിടെ ഒരു പൂളുണ്ട്, അവിടെ ഒരു ലോങ് പൂളുണ്ട്, അതിനപ്പുറത്തൊരു പൂളുണ്ട്.
ഇതെല്ലാം ഒറ്റ ഹോട്ടൽ തന്നെയാണ്. നല്ല അടിപൊളി, നല്ല ലക്ഷറി ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. ഇനി ഇവിടെ നിന്ന് ഒരു വാഷ് ബേസിൻ, അടിപൊളി കൊള്ളാം സംഭവം. ബാത്റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമാണ്. എന്തായാലും സെറ്റാണ്. ഹായ്, അപ്പോൾ എന്തായാലും റൂമിൽ വന്നു, നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുത്തു, ഉറങ്ങി നന്നായിട്ടൊന്ന്. ഇനിയിപ്പോൾ ഇവിടെ മണി 8:45. ഇനിയിപ്പോൾ നമുക്ക് പുറത്തോട്ടൊന്ന് ഇറങ്ങാം. ഓക്കെ, ബാ പോവാം. ലിഫ്റ്റിൽ കയറി താഴോട്ട് പോവാം. നമ്മൾ 5ാമത്തെ നിലയിലായിരുന്നല്ലോ, ലിഫ്റ്റ് താഴ്ന്ന് മുകളിലോട്ട് വരുവാണ്. ഇപ്പോൾ ഇത് ഞാൻ രാവിലെ കാണിച്ചല്ലോ, അതാണ് അവിടുത്തെ പൂള്. രാത്രിയും നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് തോന്നുന്നത്, രാത്രി യൂസ് ചെയ്യാം. ഇതാണ് പൂള്. ഇതൊരു പൂളാണ്, മൊത്തം 3 പൂളുണ്ട്, ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ നമുക്ക് ഇതാണ് ഹോട്ടലിലെ ലോബി. രാവിലെ നേരെ കാണിക്കാൻ പറ്റില്ല, ഇത് റെസ്റ്റോറൻ്റാണ്. ഇത് ലോബി. നമുക്ക് അപ്പോൾ പുറത്തോട്ട് പോയിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മൾ തങ്ങുന്ന ഹോട്ടൽ. ഞാൻ എന്തായാലും നാളെ രാവിലെ ഇതിൻ്റെ വ്യൂ എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും ഈ പ്രോപ്പർട്ടിയും ഇതും എല്ലാം അവരുടെ തന്നെയാണ്. വലിയ ഹോട്ടലാണ്. ഇതെല്ലാം അവരുടെ പ്രോപ്പർട്ടി. നമ്മൾ തങ്ങുന്ന ഈ ബിൽഡിങ്ങിലാണ്. ഉണ്ടാക്കിര നല്ല ഹോട്ടലാണ് കേട്ടോ. ഫാമിലിക്ക് എന്തായാലും ഞാനിത് റെക്കമെൻഡ് ചെയ്യും. നല്ലൊരു ഹോട്ടലാണ്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയാൽ ഫുള്ള് മസാജ്, റെസ്റ്റോറൻറ്റ് എല്ലാം നമുക്കിവിടെ അടുത്ത് തന്നെ ഉണ്ട്. സലൂണുണ്ട്. ഇത് മസാജ് സെൻറ്റർ, ഇത് മസാജ് സെൻറ്റർ. ഇതറിയാലോ, വീറ്റ് ഷോപ്പ്. ഇതിവിടെ ലീഗലാണ്. അപ്പോൾ ഈ നവംബർ വരെ എന്തോ ഇത് ലീഗലാണ്. അത് കഴിഞ്ഞാൽ ഇതിലോട്ട് മാറ്റുകയാണെന്നാണ് ഞാൻ അറിഞ്ഞൊരു ന്യൂസ്. ഇത് നവംബർ വരെ ഇതിവിടെ ലീഗലാണ് വീറ്റ് ഷോപ്പ്. പിന്നെ ഇവിടെ നിന്നൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതും സ്പാ ആൻഡ് മസാജാണ്. നമുക്കിൻ്റെ മെയിൻ റോഡിൽ ഇറങ്ങി പുറത്തോട്ട് പോകാം. തായ്ലാൻഡിൽ പട്ടായനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഈ ഫുക്കറ്റ് എന്ന് പറയുന്നത്. കുറച്ചിത്തിരി ഡിഫറെൻ്റായിട്ട്, ഇത്തിരി കാമായിട്ടുള്ളൊരു സ്ഥലമാണ് പട്ടായക്കാലം. എന്നാൽ നമുക്കെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലവും കൂടെയാണ്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഒരു 100 മീറ്ററാണ് മെയിൻ റോഡ്. അവിടെ ധോബിയുണ്ട്, ബാക്കി ഇവിടെ ഫാമസി, റെസ്റ്റോറൻറ്റ്സ് എല്ലാം. ഇത് മെയിൻ റോഡാണ്, ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമുക്ക് കുറച്ചൊന്ന് ബീച്ചിലോട്ട് പോയിട്ട് വരാം. മഴയുണ്ട്, ചെറിയ മഴയുണ്ട്. ഇന്ന് രാവിലെ മുതൽ മഴയുണ്ട്. ഇപ്പോൾ ചെറിയ മഴ തൂറ്റുന്നുണ്ട്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഒരു 200 മീറ്ററാണ് പത്തോങ് ഹോസ്പിറ്റൽ. ഇതാണ് പത്തോങ് ഹോസ്പിറ്റൽ. ഇതാണ് പത്തോങ് ഹോസ്പിറ്റൽ. അപ്പോൾ ഞാൻ ആ ഹോട്ടൽ റെക്കമെൻഡ് ചെയ്യാൻ കാര്യം ഇതാണ്. എല്ലാം നമുക്ക് അടുത്ത് തന്നെ ഉണ്ട്. ബീച്ച് അടുത്താണ്, ബംഗ്ലാ റോഡ് അടുത്താണ്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഒരു 650 മീറ്റർ നടന്നാൽ നമുക്ക് ബീച്ചിലെത്താം. ഞാനിപ്പോൾ ബീച്ചിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞ പോലെ പത്തോങ് എന്ന് പറയുന്നത് ഫുക്കറ്റിനേക്കാൾ കുറച്ചുകൂടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കുറച്ച് ഹൈടെക് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. സിറ്റി എന്ന് പറയാൻ പറ്റില്ല, ഒരു നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇതിപ്പോൾ നമുക്ക് ബീച്ചിലോട്ട് പോകുന്ന റോഡാണ്. ഈ ബീച്ച് സൈഡ് ഫുള്ള് മസാജും റെസ്റ്റോറൻറ്റ്സും ഒക്കെയാണ് ഫുള്ളായിട്ട്. എല്ലാം നല്ല നല്ല റെസ്റ്റോറൻറ്റ്സും മസാജ് പാർലർ, വീറ്റ് ഷോപ്പ്. നമ്മൾ ബീച്ചിലോട്ട് പോകുന്ന റോഡായതുകൊണ്ട് എല്ലാം അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഏകദേശം ബീച്ച് എത്താറായി. ഒരു 200 മീറ്ററും കൂടെ ഉള്ളൂ. ഫാർമസിയിൽ കണ്ടൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഫാർമസിയാണ്, അതുണ്ടോ, മെഡിക്കൽ കാനബീസ്. മെഡിസിനായിട്ടുള്ളതും ഇവിടുത്തെ ഫാർമസിയിൽ സെയിൽ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഈ ലീഗലായിട്ടുള്ള സംഭവങ്ങളാണ്. എന്തായാലും അടിപൊളിയല്ലേ. മെഡിസിനാണ്, കാനബീസ് മെഡിസിനായിട്ട് ഫാർമസിയിൽ സെയിൽ ചെയ്യുകയാണ്.